സാറ് മോഡി ഗവൺമെന്റിനെ ഒരു നല്ല വിശേഷം നൽകി, ഗവൺമെന്റ് ഓഫ് അദാനി. ആ വിഷയത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കണം. അതെ അതെ അതെ. എന്താ സാർ അങ്ങനെ പറയുന്നതിന്റെ ഒരു ബേസിക് റീസൺ? അതിന് കാരണം ഇറ്റ് ഇസ് എ ഗവൺമെന്റ് ഓഫ് അദാനി, ബൈ അദാനി, ഫോർ അദാനി. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ ഒക്കെ പോയി. ഇറ്റ് ഈസ് ഓഫ് അദാനി, ബൈ അദാനി, ഫോർ അദാനി. ഇന്നത്തെ കാലത്തെ ജനാധിപത്യം. ഇന്നത്തെ കാലം ജനാധിപത്യം ഇറ്റ്സ് ആൾറെഡി എ പ്ലൂട്ടോക്രസി. ഇറ്റ് ഇസ് നോട്ട് ഡെമോക്രസി, ഇറ്റ് ഇസ് പ്ലൂട്ടോക്രസി, പ്ലെയിൻ പ്ലൂട്ടോക്രസി. അതിൽ തന്നെ പ്ലൂട്ടോക്രസി കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരാളിലേക്ക് വരുന്നു, അത്രയൊക്കെ ഉള്ളൂ നമ്മൾ. അപ്പൊ അതിൽ ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഈ പുതിയ കോൺടാക്ട് ആണ്. ഇപ്പൊ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 0 ടാക്സ് ആക്കി കൊടുക്കുന്നതിലൂടെ വാസ്തവത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ കർഷകരോടും വ്യവസായികളോടും കച്ചവടക്കാരോടും ചെയ്തതിനേക്കാൾ എത്രയോ ഇരട്ടി ചതിയാണ് മോദി സർക്കാർ ഇന്ത്യയോട് ചെയ്തിരിക്കുന്നത്. ഭാരതം മാതാവാണെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ അമേരിക്കക്ക് തൂക്കി വിൽക്കുകയാണ്. ആയിരക്കണക്കിന് ഇന്ത്യൻ കർഷകർ ആത്മഹത്യ ചെയ്യേണ്ടി വരും. പ്രതിദിനം 33 രൂപയ്ക്ക് താഴെ വരുമാനമുള്ള 24 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ദരിദ്ര വിഭാഗം ജനങ്ങളുടെ എണ്ണം ഇതിലും എത്രയോ കൂടുതലാകും. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് അമിത താരിഫ് ഏകദേശം 80% വരെ. ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് 0 താരിഫുമായിരുന്നു. ഇന്ത്യയിലെ കാർഷിക രംഗം, കൈത്തറി വ്യവസായം, മറ്റു കുടിൽ വ്യവസായങ്ങൾ എല്ലാം തകർത്തത് അങ്ങനെയായിരുന്നു. 1813 ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ചാർട്ടർ ആക്ട് വഴിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇത്രയും ലാഭം ഉണ്ടാക്കി കൊടുക്കാനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർക്കാനും അവർക്ക് കഴിഞ്ഞു. എന്നാൽ അതിനേക്കാൾ ക്രൂരമായ സാമ്പത്തിക അട്ടിമറിയാണ് ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയോടും കർഷകരോടും ചെറുകിട കച്ചവടക്കാരോടും ചെയ്യുന്നത്. ഇത് ആർക്കു വേണ്ടി എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതില് നമ്മുടെ എപ്സ്റ്റീൻ ഫയൽ ഒരു കാരണമാകാം. കാരണം മോദിയെ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞ പോലെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരിക്കാം, ഇതൊന്നും. പക്ഷെ ഞാൻ കാണുന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊന്നാണ്. എന്ത് വില കൊടുത്തും ഇന്ത്യയെ മൊത്തം ട്രംപിന് അടിയറവ് വെച്ചും മോദി സർക്കാർ കാണിച്ചുകൊണ്ട് ഈ സാമ്പത്തിക അട്ടിമറി ഒരാളെ രക്ഷിക്കാനാണ്, ഒരേ ഒരാളെ, ദാറ്റ് ഈസ് ഗൗതം അദാനി എന്ന കച്ചവടക്കാരൻ. ബിക്കോസ് ഇറ്റ്സ് ദ ഗവൺമെന്റ് ഓഫ് അദാനി. അതാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് ഓഫ് അദാനി. അത് എന്തുകൊണ്ടാണ് അതിന് ഒരു ഫാക്ച്വൽ ഡീറ്റെയിൽസ് ഉണ്ട്. വൈ ഇറ്റ് ഹാസ് ലെഡ് ടു സച്ച് എ സിറ്റുവേഷൻ. പാർലമെന്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ ടാരിഫിനെ കുറിച്ച് അയാളുടെ ട്വിറ്ററിൽ അയാൾ പോസ്റ്റ് ചെയ്യുന്നു. വൈ ദ പാർലമെന്റ് ഇസ് ഇൻ സെഷൻ. അതായത് ഈ ഇന്ത്യയിലെ ജനാധിപത്യ രീതിയും പാർലമെന്റിനെ മുഴുവൻ അപമാനിക്കാൻ നമ്മൾ ട്രംപിന് അനുവാദം കൊടുക്കും. ഇതൊക്കെ എന്തിനാണെന്നുള്ളതാണ്. അത് ഒരു കാര്യം പറയും, മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അദാനിയുടെ സ്വത്ത് 750% വർദ്ധിച്ചു എന്നാണ് കണക്ക് പറയുന്നത്. മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ലോക സമ്പന്നരുടെ പട്ടികയിൽ അദാനിയുടെ സ്ഥാനം 609 ആയിരുന്നു എന്ന് പറയുന്നു. ഇന്ന് അദാനിയുടെ സ്ഥാനം 2ാമതാണ് ലോകത്ത്. ഇത്രയും വർഷം അദാനി വീട്ടിലിരുന്ന് നോട്ടടിച്ചാലും ലോകത്ത് 2ാമത്തെ സ്ഥാനത്ത് എത്തത്തില്ലായിരുന്നു. വീട്ടിലിരുന്ന് നോട്ടടിച്ചാലും ഇത്ര എത്തത്തില്ലായിരുന്നു. അപ്പൊ അത്രയും എത്തിയിരിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാക്കി അദാനിയെ മാറ്റുക എന്ന മോദിയുടെ ലക്ഷ്യത്തെ പക്ഷേ അമേരിക്ക അദാനിക്കെതിരെ നടത്തുന്ന സിവിൽ ക്രിമിനലുമായ നടപടികൾ വളരെ ദൂഷ്യകരമായി ബാധിക്കും. അദാനിയുടെ സാമ്രാജ്യം തകർന്നേക്കാം. അങ്ങനെ വന്നാൽ ഇന്ത്യയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും LICയും തകരും. കാരണം അദാനിക്ക് ഏറ്റവും കൂടുതൽ ലോൺ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ SBI LICയുമാണ്. 33,000 കോടി രൂപയാണ് SBI അദാനി ഗ്രൂപ്പ് നൽകിയിട്ടുള്ളത്. 49,000 കോടി രൂപയാണ് LIC അദാനിയുടെ ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അദാനി ഗ്രൂപ്പ് പൊളിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും LICയുടെ ഒക്കെ അതിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. അത് ഒരു പ്രധാന വിഷയവുമാണ്. എന്തിനാണ് ഇപ്പം നമ്മൾ നോക്കണം, ഈ ബാങ്കുകളെല്ലാം ഇപ്പം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ബാങ്കുകളൊക്കെ നാഷണലൈസ് ചെയ്തു. അതിന്റെ കൊച്ചു കൊച്ചു സ്ഥലങ്ങളിൽ ഒരു ബാങ്കിൽ SBTക്കൊക്കെ 100 കണക്കിന് ബ്രാഞ്ച് ഉണ്ടായി. ചെറിയ മനുഷ്യരുടെ കൊച്ചു സേവിങ്സ് ആളുകളുടെ പൂള് ചെയ്ത് അത് വലുതാക്കിക്കൊണ്ടത് പ്രോസസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഒരു തടസ്സമുണ്ടായിരുന്നു. ഒരു ബാങ്കിന് ആ ബാങ്കിന്റെ ക്രെഡിറ്റ് റേഷ്യോ അനുസരിച്ചുള്ള മാത്രമേ ലോൺ കൊടുക്കാനൊക്കെ ഉള്ളൂ. ഈ ബാങ്കുകൾ ഒരുമിപ്പിക്കുമ്പോൾ ഇതിന് വലിയ തുക ലോൺ കൊടുക്കാനൊക്കെ, അന്ന് ഉദ്ദേശിച്ച ചെറിയ ആളുകൾക്ക് ചെറിയ ലോൺ കിട്ടുക എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെയല്ല, വലിയ വ്യവസായിക്ക് വലിയ ലോൺ കിട്ടണം. അതിനാണ് ഈ ബാങ്കുകൾ ഒരുമിപ്പിക്കുന്നത്. ഇപ്പൊ വീണ്ടും ബാങ്കുകളൊക്കെ ഒരുമിപ്പിക്കുകയാണ്, അല്ല ലയിപ്പിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ ഇന്ത്യയിലെ 2-3 കച്ചവടക്കാർക്ക് 10,000 ലക്ഷക്കണക്കിന് കോടി ലോൺ കൊടുക്കണമെങ്കിൽ അതേ നടപ്പാവൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ നോക്കുന്ന ഇന്ത്യയുടെ എല്ലാ സാമ്പത്തിക വ്യവസ്ഥകളും എല്ലാ കാര്യങ്ങളും ഈ ഒരു ഉദ്ദേശം 1-2-3 വ്യക്തികളുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രം റീമോൾഡ് ചെയ്യപ്പെടുന്നു. which we don't discuss, our politicians don't discuss, our media doesn't discuss. അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഞാനത് കാണുന്നത്. അദാനിയെ സർക്കാരും സാമ്പത്തിക സ്ഥാപനങ്ങളും കൈ അയച്ചും വഴിവിട്ട് സഹായിക്കുമ്പോൾ ഇന്ത്യയിലെ 1% സമ്പന്നർ ഇന്ത്യയിലെ 40% സ്വത്ത് സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ കാണണം. എന്നാൽ താഴേക്കിടയിലുള്ള 50% ഇന്ത്യക്കാർ, അതായത് 70 കോടിയിലേറെ ജനങ്ങൾ, ആകെ 3% ഇന്ത്യയുടെ സ്വത്തിന് മാത്രം ഉടമേരാണ്. ഈ ഡിഫറൻസ് ആണ്. 1% ആളുകൾ 40% സ്വത്ത് കൈക്കലായിരിക്കുന്നു. 50%, അതായത് 70 കോടി ജനങ്ങളുടെ കയ്യിലാണ്. പറഞ്ഞോളൂ. അപ്പം ഈ കൺസോർഷ്യം സിസ്റ്റം എന്നുള്ളത് മാറ്റിയിട്ട് 2-3 ബാങ്ക് ആക്കി കഴിഞ്ഞാൽ വളരെ പണികൾ വളരെ പെട്ടെന്ന് എളുപ്പമാണ്. ബാങ്ക് ആവശ്യമുള്ളവർക്ക് മാത്രം മതി, സാധാരണക്കാരന് വേണ്ടേ. പൈസ അവരുടെ വേണം, ഡെപ്പോസിറ്റ് അവരുടെ വേണം. പൈസ വേണം, ഇവരുടെ തന്നെ വേണം.
അല്ലെങ്കിൽ നമ്മുടെ റോയിയെ പോലെ സീറോ ഡെറ്റ് വേറെ ആരെങ്കിലും കള്ളപ്പണം മേടിച്ച പരിപാടിയാണ്. അത് ഇത്രയും കോടി രൂപയ്ക്ക് ഒക്കില്ല. അപ്പൊ ലോൺ വേണം. നമുക്ക് LIC എന്നൊക്കെ പറയുമ്പോൾ എത്ര മനുഷ്യരുടെ LIC പൊളിഞ്ഞാൽ എത്ര മനുഷ്യരുടെ ലൈഫ് ഒരു ക്രൈസിസ് വരുമ്പോൾ അവരെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടിരിക്കുന്ന സാധനമൊക്കെ പൊളിഞ്ഞു പോകും. നമ്മൾ അമേരിക്കയിലൊക്കെ ഇൻഷുറൻസ് കമ്പനികൾ പൊളിഞ്ഞു കണ്ടില്ലേ? ആത്മഹത്യ അവിടെ പോലും ആത്മഹത്യ ഉണ്ടാകുന്നു അതിന്റെ പേരിൽ. അവിടെ ഉണ്ടാകുന്നു, ഇവിടെ ആത്മഹത്യ, ഇവിടെ കർഷകരുടെ ആത്മഹത്യ. ഇതെന്തൊക്കെ ആരെയാണ് ഇതൊക്കെ ബാധിക്കും? ഇതൊന്നും അവരെ ഭരിക്കുന്നവരെ ബാധിക്കുന്നേ ഇല്ല കേട്ടോ, ബാധിക്കുന്നേ ഇല്ല. അവരെ ബാധിക്കുന്ന 2-3 മനുഷ്യരാണ്. അല്ല, അവരുടെ പ്രശ്നങ്ങൾ ഇവരുടെ അദാനിയുടെ പ്രശ്നമാണ് ഗവൺമെന്റിന്റെ പ്രശ്നം. അത് അദാനിയുടെ എന്താണ് യുവർ മാസ്റ്റേഴ്സ് വോയിസ് ആണ് ഇവരെല്ലാം. യുവർ മാസ്റ്റേഴ്സ് വോയിസ്. അദാനിയുടെ മനസ്സ് കണ്ടാണ് അദാനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ്. അതിനെ ശക്തമായി എതിർക്കാൻ പോലും കഴിയാത്ത പ്രതിപക്ഷം, ഇതിൽ മൗനം പാലിക്കുന്ന മാധ്യമങ്ങൾ, എന്തെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന പൊതുജനങ്ങൾ. എന്താണ് നാട്ടിൽ സംഭവിക്കുന്നത്? Nobody knows what's happening in this country. Nobody has any idea. അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് അധികാരത്തിലുള്ള ignorance is bliss. Ignorance is bliss. ഇപ്പൊ ഇത്രയും ക്രൂരമായ അസമത്വം സർക്കാരിനെ ബാധിച്ചിട്ടില്ല. സർക്കാരിനെ പേടിപ്പെടുന്ന അദാനിക്കെതിരെ അമേരിക്കയിലുള്ള സിവിലും ക്രിമിനലും കേസുകളാണ്. അദാനിയുടെ ജയിൽവാസത്തിനും സാധ്യതകളുണ്ടെന്ന് നടന്നാൽ. അപ്പൊ എങ്ങനെയും അദാനിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് സീറോ ടാരിഫ് ഏർപ്പെടുത്തിയ ഇന്ത്യൻ നീക്കത്തെ ഞാൻ കാണുന്നത്. അതൊരു ബെയ്റ്റ് ആണ് ശരിക്കും. നമുക്ക് ടാരിഫ് കുറച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരോട് ഒരു എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടി മാത്രം കുറച്ച് കൊടുത്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ. നമുക്ക് ഇന്ത്യക്കെതിരെ അമേരിക്ക അല്ല, അത് നോക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ കേസ് എന്ന് കൂടെ കാണാം. നമ്മുടെ നാട്ടിൽ നടത്തിയ അഴിമതിയെ കുറിച്ചാണ് അവിടെ കേസ്. അവിടെ നടത്തിയ അഴിമതി അല്ല, സോളാർ എനർജിയായിട്ട് ബന്ധപ്പെട്ട കേസുണ്ട്. നമ്മുടെ നാട്ടിൽ നടത്തിയ അഴിമതിയാണ് അവിടെ കേസ്. നമ്മുടെ നാട്ടിൽ അതിനെ കുറിച്ച് അന്വേഷണം ഇല്ല. അതാണ് അതിന്റെ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ്. അത് ആ കേസ് എന്താന്ന് നോക്കുമ്പോഴാണ് അതിന്റെ ഒരു തമാശ നമുക്ക് മനസ്സിലാകുന്നത്. അബ്സേർഡ് നാടകം എങ്ങനെ ഉരുത്തിരിഞ്ഞ് വരെ നമുക്ക് മനസ്സിലാകുന്നത്. കുറ്റം അഴിമതി. ആ കേസിന്റെ ബലത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചു എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അതെ, എതിരൊന്നും പറയത്തില്ല. കാരണം നമ്മുടെ തല അയാളുടെ കക്ഷത്തിനിടയിൽ, നമ്മുടെ എന്ന് വെച്ചാൽ അദാനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അത്രേ ഉള്ളൂ. അതെ. അപ്പൊ എന്താണ് ആ കേസ് എന്ന് കൃത്യമായി നമുക്കൊന്ന് നോക്കാം. അതായത് കുറ്റം അഴിമതി തന്നെ, പക്ഷെ അത് അമേരിക്കയിൽ അഴിമതി നടത്തി എന്നല്ല, അദാനി ഇന്ത്യയിൽ അഴിമതി നടത്തിയതാണ് പ്രശ്നം. ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് യാതൊരു വിധത്തിലുള്ള അഴിമതിയും നടത്തിയിട്ടില്ല എന്ന് ഡിക്ലറേഷൻ നൽകിയ ശേഷം മാത്രമേ ഏത് കമ്പനിക്കും അമേരിക്കയിൽ ബോണ്ട് ഇറക്കാൻ കഴിയൂ. അമേരിക്കയിൽ ബോണ്ട് ഇറക്കി അമേരിക്കക്കാരിൽ നിന്ന് പണം റേസ് ചെയ്യാൻ അദാനി ഇത്തരമൊരു ഡിക്ലറേഷൻ അമേരിക്കയിലെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ SECക്ക് നൽകിയിരുന്നു. തങ്ങൾ കൈക്കൂലി കൊടുക്കുന്നവരല്ല എന്ന ഡിക്ലറേഷൻ നടത്തിയ ശേഷമാണ് അദാനി അമേരിക്ക ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമായി $3 ബില്യൺ റേസ് ചെയ്തത്, ഏകദേശം 30,000 കോടി രൂപ. എന്നാൽ അദാനിയുടെ കമ്പനി ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിൽ $265 മില്യൺ കൈക്കൂലിയായി നൽകിയാണ് കരാർ നേടിയത് എന്ന് SEC കണ്ടെത്തി. 2022 തുടങ്ങിയ അന്വേഷണങ്ങൾ കണ്ടെത്തിയ മറ്റു വിവരങ്ങൾ ഇവയാണ്. അത് വളരെ രസകരമാണ്. 2021 ജഗ്മോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരിക്കെ സോളാർ പവർ അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ അദാനി കൈക്കൂലി കൊടുത്തു, ഏകദേശം 2,500 കോടി രൂപ. അത് ജഗ്മോഹൻ റെഡ്ഡിക്കും മറ്റു ചില ഉദ്യോഗസ്ഥർക്കുമാണെന്ന് പറയുന്നു. അടുത്ത 25 വർഷത്തേക്ക് ആന്ധ്രാപ്രദേശിന് 60,000 കോടി രൂപ ഈ കരാർ വഴി അമിത ഭാരമാകും, അതായത് അവിടുത്തെ ജനങ്ങൾക്ക്. 2021 ഡിസംബർ 1 ആന്ധ്ര സർക്കാരും സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ആന്ധ്രാപ്രദേശ് ഇലക്ട്രിസിറ്റി റെഗുലേഷൻ കമ്മീഷൻ ചേർന്ന് ട്രൈപാർട്ടേറ്റ് എഗ്രിമെന്റ് ഒപ്പിടുന്നത്. അവിടെയാണ് ഈ അഴിമതി നടന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു യൂണിറ്റിന് സോളാർ എനർജി 1.99 രൂപയ്ക്ക് നൽകാമെന്ന് ലോവസ്റ്റ് ടെൻഡറിനെ മറികടന്ന് 2.49 രൂപയ്ക്കാണ് അദാനിയുടെ കയ്യിൽ നിന്ന് സോളാർ എനർജി വാങ്ങാൻ കരാർ ഒപ്പിട്ടത്. അതാണ് അഴിമതി. ഈ പണം ജഗ്മോഹൻ റെഡ്ഡിക്കും മറ്റു ചില ഉദ്യോഗസ്ഥർക്കുമാണ് നൽകിയെന്ന് പറയപ്പെടുന്നു. കരാർ നിലവിൽ വന്നപ്പോൾ തന്നെ അന്ന് പ്രതിപക്ഷത്തായിരുന്ന TDP ഒരു നേതാവ് അഴിമതിയെ കുറിച്ച് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഓർമ്മിക്കുന്നില്ല, ഒരു പ്രമുഖ നേതാവാണ്. അല്ലല്ല, നായിഡു ഈസ് മോർ കറപ്റ്റ് ആൻഡ് മോസ്റ്റ് കറപ്റ്റ്, അതാണ് നായിഡു. പോട്ടെ. എന്നാൽ TDP അധികാരത്തിൽ വന്ന ശേഷം ഇക്കാര്യത്തിൽ യാതൊരു അന്വേഷണം നടക്കുന്നില്ല. കാരണം TDP മോഡി സർക്കാരിന്റെ ഭാഗമാണ്. അതേസമയം ജഗ്മോഹൻ റെഡ്ഡിയുടെ അവരുടെ YSR കോൺഗ്രസിന്റെ ഏതൊരു ഓഫീസ് കെട്ടിയത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രബാബു നായിഡു അത് പൊളിച്ചു കളഞ്ഞു. ഓർമ്മയുണ്ടല്ലോ വാർത്ത, പൊളിച്ചു കളഞ്ഞു. പക്ഷെ ഇത് അന്വേഷണം ഇല്ല, ഇതിനെക്കുറിച്ച് അന്വേഷണം. ഇത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു ഉയർന്ന നേതാവിനടുത്ത് ആദ്യം ആരോപണം നടത്തി, എന്നിട്ടും അത് അന്വേഷണം ഇല്ല. കാരണം അദാനി എന്നുകൊണ്ട് NDA ഗവൺമെന്റ് ആണ്. അപ്പൊ അതിനെതിരെ ഇയാൾക്ക് ശബ്ദിക്കാൻ ഒക്കില്ല. ഇന്ത്യൻ ഗവൺമെന്റ് ഇയാൾക്ക് കിട്ടിയത് മറ്റേക്കാണല്ലോ കൊടുത്തത്. എല്ലാവർക്കും അങ്ങനെ കൊടുക്കുന്ന ജോലിയൊന്നും, അദാനി ഈസ് ദ കിങ്. ഇവരൊക്കെ ഭിക്ഷക്കാരാണ്. അദാനി എറിഞ്ഞു കൊടുക്കുന്ന തുണ്ട്, ഇവരെല്ലാം അധികാരമുണ്ട്. ബട്ട് ദേ ആർ ഓൾ ബ്ലഡി ബഗേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് അദാനി. അത്ര വാക്കാണ് നല്ലത്. ബ്ലഡി ബഗേഴ്സ്. അല്ല, ആരാണ് ഈ ചന്ദ്രബാബു നായിഡുക്കാരന്? ബ്ലഡി ബഗേഴ്സ്. മറ്റവന് കൊടുത്തു, എല്ലാവരും കൊടുക്കാൻ നോക്കൂല. എഗ്രിമെന്റ് ഒപ്പിട്ടില്ലേ?
ഇനി എന്താണെന്ന് ആരന്വേഷിക്കും ഇവിടെ? ഇന്ത്യ ഗവൺമെന്റും ആന്ധ്രാപ്രദേശ് ഗവൺമെന്റും അഴിമതി മൂടി വെച്ചപ്പോൾ അമേരിക്കയിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഇക്കാര്യത്തിൽ നടപടി തുടങ്ങി. ആദ്യ നടപടി എന്നോണം SEC അദാനിക്ക് സമൻസ് അയച്ചു. അപ്പൊ അതിനകത്തൊരു ഇതുണ്ട്, SEC നേരിട്ട് അദാനി ഗ്രൂപ്പിൽ ആ കേസിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഏതെങ്കിലും തരം ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ടോ? അതിലേക്കാണ് അതിന്റെ പ്രോസസ്സിനകത്ത് കൃത്യമായി പറയും ഈ പ്രൊസീജിയർ. അതായത് SEC നേരിട്ട് അദാനി ഗ്രൂപ്പിന് സമൻസ് അയച്ചില്ല, അങ്ങനെ അയക്കാൻ പാടില്ല. കാരണം 2007 ഹേഗ് കൺവെൻഷനിൽ ഇന്ത്യ ഒരു സൈനറ്ററിയാണ്. 2007 ഹേഗ് കൺവെൻഷൻ അതിനകത്ത് അതനുസരിച്ച് രേഖകൾ മെയിൽ അയക്കാൻ പാടില്ല. ഒരു വിദേശ രാജ്യത്തെ പൗരനെതിരായിട്ട് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ മറ്റു രാജ്യത്തിന്റെ ആൾക്ക് രേഖാമൂലം അയാളുടെ മെയിൽ അഡ്രസ്സിൽ ഒന്നും അറിയിക്കാൻ പാടില്ല. മറിച്ച് ഇന്ത്യയിലെ ബന്ധപ്പെട്ട അധികാരിക്ക് നേരിട്ട് സമർപ്പിക്കണം. അതാണ് അത്. ഇന്ത്യയിലെ ഈ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആണ്. അവർക്ക് നേരിട്ട് കൊടുക്കുക വേണ്ടത്. അവരാണ് ത്രൂ കളക്ടർ ഒക്കെ ഇവർക്ക് ഈ സാധനം എത്തിക്കേണ്ടത്. അവർക്ക് അങ്ങനെയാണ്, കളക്ടർ വഴി വില്ലേജ് ഓഫീസർ വഴി ഇയാളുടെ എത്തണം. ആ ഒരു കറക്റ്റ് ആയിട്ട് ലിങ്ക് ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ SEC അയച്ച സമ്മൻസിലെ നിയമ മന്ത്രാലയം അദാനി കൈമാറിയില്ല. രേഖകൾ മഷി കൊണ്ടുള്ള ഒപ്പില്ല എന്ന് കാണിച്ചാണ് കൈമാറാത്തത്. നോക്കണം, ഡിജിറ്റൽ ഇന്ത്യയുടെ കാലമാണ്. മാത്രമല്ല ഹേഗ് കൺവെൻഷൻ അനുസരിച്ച് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ അധികാര കേന്ദ്രത്തിന് നൽകുന്ന സമൻസിൽ ഇത്തരം സാങ്കേതികത്വത്തിന് യാതൊരു പ്രസക്തിയുമില്ല. തുടർന്ന് രണ്ടാമത് സമൻസ് അയച്ചു. എന്നിട്ടും ഇന്ത്യയിലെ നിയമ മന്ത്രാലയം അദാനിക്ക് ഇത് കൈമാറിയില്ല. ആ കോണ്ടെക്സ്റ്റിലാണ് ഇന്ത്യയിൽ അദാനി എന്ത് അഴിമതി കാട്ടിയാലും നടപടിയില്ല. ഇന്ത്യയുടെ സ്വത്ത് അദാനിയുടെ വളർച്ചയ്ക്ക് നൽകും. മറ്റു രാജ്യങ്ങൾ നടപടി എടുക്കാൻ വന്നാൽ ഇന്ത്യ ഗവൺമെന്റ് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് അത് മുടക്കും. ഇന്ത്യ ഗവൺമെന്റ് ഈ നടപടിക്കെതിരെ US സെക്യൂരിറ്റി ആൻഡ് എനർജി കമ്മീഷൻ അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഫെഡറൽ കോടതിയെ സമീപിച്ചു. കോടതി പറഞ്ഞു അദാനിയുടെ ഇന്ത്യയിലെ മേൽവിലാസത്തിലേക്കും അദാനിയുടെ അമേരിക്കയിലെ അഡ്വക്കേറ്റിന് നേരിട്ട് ഇമെയിൽ അയച്ചാൽ മതി, കേസ് പ്രൊസീഡ് ചെയ്യാൻ പറയും. നമ്മൾ ഈ വാർത്ത വന്ന അന്ന് തന്നെ അദാനി പറയുന്നുണ്ട് കമ്പനിക്ക് അയച്ചിട്ടില്ല, കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അയച്ചത്. ഏത് ഗൗതം അദാനിക്കെതിരെ അയച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞത് ഗൗതം അദാനി ഇസ് ഡിഫറെന്റ് ഫ്രം ദ കോർപ്പറേറ്റ് എൻറ്റിറ്റി ഓഫ് അദാനി ഗ്രൂപ്പ് എന്നുള്ള ആ കാഴ്ചപ്പാടാണ് ഇയാൾ പറയുന്നത്. പക്ഷേ പ്രശ്നം ഗുരുതരാകുന്നുണ്ട്. 3 ദിവസം കൊണ്ട് ഇയാൾ പറഞ്ഞു ഇതുമായിട്ട് ഞാൻ നിയമപരമായിട്ട് മുമ്പോട്ട് പോകാൻ തയ്യാറാണ്. അപ്പൊ അയാൾക്ക് 90 ദിവസത്തെ അവധി കിട്ടും. ഇയാൾക്ക് അവിടെ ഇയാളുടെ കേസ് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ കേസ് തള്ളിക്കളയാൻ വേണ്ടി ഇയാൾക്ക് മുന്നോട്ട്. എന്തായാലും ലീഗൽ പ്രോസസ്സിനകത്ത് ഇയാൾ ഭാഗമായി കഴിഞ്ഞു. ഇല്ല, ഇനി അതിന്റെ തീരുമാനത്തിന് പോയുള്ളൂ. പക്ഷേ നമ്മൾ നോക്കണം, ആ ഒറ്റ ദിവസം കൊണ്ട് ഇയാൾക്ക് നോട്ടീസ് സമൻസ് ഇമെയിൽ കൊടുത്ത ഒറ്റ ദിവസം കൊണ്ട് 1 ലക്ഷം കോടിയുടെ നഷ്ടമാണ് അയാൾക്ക് ഷെയറിൽ. 1 ലക്ഷം കോടി ഷെയറിൽ. കൃത്യ 4-ാം ദിവസം കഴിഞ്ഞപ്പോൾ മോദി സർക്കാർ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ഇറക്കുന്നത് 0% കുറച്ചു. അതാണ് അതിന്റെ ടൈമിംഗ്. കൂടാതെ ഇത് $40 ബില്യൺ വരുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ഈ തീരുമാനം. ചെറുതല്ല, $40 ബില്യൺ. ഇതുകൂടാതെ പ്രതിവർഷം $100 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങിക്കൊള്ളാമെന്നും ഇത് 5 വർഷത്തേക്ക് തുടർന്ന് കൊള്ളുമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. അതായത് 5 വർഷം കൊണ്ട് $500 ബില്യൺ പർച്ചേസ് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങും. കണ്ടിന്യൂസ് ഗ്യാരണ്ടി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി നിർത്തും. അദാനിയെ അമേരിക്കൻ കോടതിയിൽ വിചാരണ ചെയ്ത് ജയിലിൽ അടയ്ക്കാതിരിക്കാനും അയാളുടെ സാമ്രാജ്യം തകരാതിരിക്കാനുമാണ് ഇന്ത്യ അതിന്റെ ആത്മാഭിമാനത്തെയും സമ്പദ് വ്യവസ്ഥയെയും അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറ വെച്ചത്. ഇതിനെയാണ് ചരിത്രപരമായ ഡീൽ, ഫാദർ ഓഫ് ആൾ ഡീൽസ് എന്നൊക്കെ പറഞ്ഞ് സർക്കാരും മുഖ്യധാര മാധ്യമങ്ങളും ചില ഓൺലൈൻ മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത്. ചരിത്രപരമായ ഡീൽ എന്ന് പറഞ്ഞ വാസ്തവത്തിൽ ശരിയാണ് കേട്ടോ. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിച്ചതിന് ശേഷം ഒരു വ്യക്തിക്ക് വേണ്ടി ഇന്ത്യയുടെ സ്വത്ത് ഇത്രയധികം കൊള്ളയടിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ എനിക്ക് ഓർമ്മ വന്ന വേറൊരു കാര്യമാണ്. 1852 കാറൽ മാർക്സ് എഴുതിയിരുന്നു, ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്, ഫസ്റ്റ് ആസ് എ ട്രാജഡി, സെക്കൻഡ് ആസ് എ ഫാഴ്സ്. വാസ്തവത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിച്ചത് ട്രാജഡിയാണ്, ചരിത്രത്തിൽ നടന്ന ട്രാജഡിയാണ്. എന്നാൽ അദാനി കമ്പനിക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കാൻ അമേരിക്കയെ അനുവദിക്കുന്നത് ഫാഴ്സ് ആണ്, ചരിത്രത്തിന്റെ പ്രഹസനമാണ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ കൊള്ളയടി എന്ന് പറയുന്നതിന്റെ ബെനിഫിഷ്യറി എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അദാനി മുമ്പിൽ നിൽക്കുന്ന ഒരു പോൺ മോഡി തന്നെയോ മോഡിയുടെ മറ്റാരെങ്കിലും വേണ്ടപ്പെട്ട ആൾക്കാരുമായിരിക്കുമോ ഇതിന്റെ യഥാർത്ഥ ബെനിഫിഷ്യറി. അവിടെയല്ലേ പ്രശ്നം. അദാനി മുതലാളിയും മോദി തൊഴിലാളിയാണ്. അദാനി മുതലാളിയും മോദി തൊഴിലാളിയും. ഞാൻ എങ്ങനെ കാണുന്നത്? എലോൺ മസ്ക് പറഞ്ഞത് ഞാൻ മുതലാളിയും ട്രംപ് തൊഴിലാളി എന്ന് പറഞ്ഞില്ല. പക്ഷെ അവസാനം അധികാരം വസ്തുതയാണ് പറഞ്ഞത്. പക്ഷെ അധികാരം ട്രംപിന്റെയിലാണ്, അധികാരം മോദിയുടെയാണ്. പക്ഷേ ആ അധികാരം എന്തുകൊണ്ടാണ് ട്രംപ് കുറച്ച് കഴിഞ്ഞപ്പോൾ എലോൺ മസ്കുമായിട്ട് സൗഹൃദം വെച്ച്? മസ്ക് വിചാരിച്ച് ചിലപ്പോൾ ട്രംപ് വീണ് പോകും. മനസ്സിലായോ? നമ്മളിവിടെ നമ്മുടെ വിജയ് മല്ലയെ പണ്ടൊരു നീക്കം നടത്തിയിരുന്നു, അറിയാമോ? വിജയ് മല്ലയെ സുബ്രഹ്മണ്യ സ്വാമിയുടെ മറ്റേ ജനതാ പാർട്ടി വിലയ്ക്ക് വാങ്ങിയിരുന്നു. നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ നാടിനോട് ജനതാ പാർട്ടി വിലയ്ക്ക് വാങ്ങിയിരുന്നുണ്ട്. വിജയ് മല്ലയ വിലയ്ക്ക് വാങ്ങിയത്. അതിന്റെ ഉദ്ദേശം വെച്ചാൽ 450 MP ഒരു 250 പേര് ഒരു അന്നത്തെ ഒരു 10-20 കോടി രൂപ കൊടുത്ത് വിലയ്ക്ക് വാങ്ങാം. അപ്പൊ അയാളുടെ പാർട്ടിയിൽ അംഗങ്ങളാകും. ഹി കുഡ് ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ.
സ്വാമിയല്ല, വിജയ് മല്ലയ്യ. മല്ലയ്യ. വിജയ് മല്ലയ്യ അതിൽ നിന്ന് വിലക്ക് വാങ്ങിയത്, പാർട്ടി വിലക്ക് വാങ്ങിയിട്ട് അയാളുടെ നീക്കം അതായിരുന്നു 250 MP വിലക്ക് വാങ്ങാം. സ്വാമിക്കാനുള്ള പൈസ ഇല്ലല്ലോ. ഇപ്പോഴും ഒഫീഷ്യൽ ജനതാ പാർട്ടിയും ചിഹ്നവും സ്വാമിയുടെ കയ്യില. അതെ, മറ്റേയാളുടെ നീക്കം അതായിരുന്നു. നീക്കം അയാളല്ലേ പൈസ മുടക്കുന്നത്. അയാളാണ് മാസ്റ്റർ, പൈസ മുടക്കുന്നവരാണ് മാസ്റ്റർ. ഇവരുടെ അധികാരമാണുള്ളത്. പക്ഷേ ഈ അധികാരം ഇവർക്ക് എക്സസൈസ് ചെയ്യണമെങ്കിൽ പണം വേണമെന്നേ. അങ്ങനെ അതുപോലെ എലോൺ മസ്ക് വിചാരിക്കുകയാണെങ്കിൽ ചിലപ്പം ഒരു അമേരിക്കയും ഇതിനകത്തുള്ള ഇയാൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറെ റിപ്പബ്ലിക്കൻസ് ഇങ്ങനെ വന്നിരിക്കും. മനസ്സിലായി, അത്രേ ഉള്ളൂ. ട്രംപിനെതിരെ ഇംപീച്ച്മെന്റ് മോശം വരും, ചില പാസ്സായെന്നിരിക്കും. അതുകൊണ്ടാണ് ട്രംപ് പിന്നീട് എലോൺ മസ്കിനൊക്കെ വലിയ സൗഹൃദത്തിരിക്കണുണ്ടോ. ഇപ്പൊ ശത്രുതയില്ലല്ലോ. അതൊക്കെ തിരിച്ചറിവാണ്. അപ്പോൾ ഇവിടെ ഞാൻ കരുതുന്നു ഇറ്റ് ഈസ് ദ ഗവൺമെന്റ് ഓഫ് അദാനി. ബാക്കിയുള്ളവരൊക്കെ അദാനിയുടെ ഗവൺമെന്റിനെ, അദാനിയെ സംരക്ഷിക്കുന്ന മനുഷ്യരാണ്, ഉദ്യോഗസ്ഥന്മാരാണ്. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നടക്കും ഈ നാട്ടിൽ. ആ രീതിയിലാണ് പോകുന്നത് കാര്യങ്ങൾ. പോകട്ടെ, വളരെ നല്ല നാടകങ്ങൾ നമുക്ക് കാണാം. അല്ല, എല്ലാത്തിനും ഒരു അവസാനം കാണുമല്ലോ. എവരി പ്ലഷർ ഹാസ് എ പ്രൈസ്. ദിസ് ടൈം ദ പ്രൈസ് ഇസ് ഡെത്ത്. അതുവരെ അതിനിടയ്ക്ക് കുറെ ഉണ്ടാകാവുന്ന ഡാമേജ് ഒക്കെ ഉണ്ടാവും. അല്ല, അതിന്റെ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും സാധാരണക്കാരായിരിക്കും. അവിടെയാണ് സാധാരണക്കാർ. കുറെ കർഷകർക്ക് ആത്മഹത്യ ചെയ്യുന്നത് അവർക്ക് നോക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ഒക്കെ 0% എന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ 90% അതൊക്കെ തന്നെ അല്ലേ. സോയാബീൻ ഇറക്കുന്നത്, മറ്റേ മെയ്സ്, ഇതെല്ലാം അല്ലേ ഇതിനകത്ത് വരുന്നത്. അല്ല, അവസാനം മറ്റൊന്നും വരും. എല്ലാ തരത്തിലുള്ള യാതൊരു കപ്പാസിറ്റിയും പാടില്ല. ഇവിടെ സാധനം ഉണ്ടാക്കാൻ വേണ്ടെന്ന് പറയും. ജനറ്റിക്കലി മോഡിഫൈഡ് കൊണ്ടോ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നോളാം. ഒന്നും ചെയ്യാൻ പാടില്ല. അവർ കൊണ്ടുവരുന്ന പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കുക. ഇപ്പൊ കേരളത്തിൽ നെൽകൃഷിയെ പറ്റി നോട്ടീസ് വന്നിട്ടുണ്ട്. നെൽകൃഷി കൂടുതൽ വെള്ളം എടുക്കുന്നു, അതുകൂടെ നിർത്തണം. നമ്മുടെ ജീനിൽ നെല്ലിന്റെ ഭക്ഷണത്തിന്റെ പ്രാധാന്യം വന്നുപോയി. അത് മാറ്റിക്കഴിഞ്ഞാൽ അതെ, അത് വരുന്നേ. ഇങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാവും. ഉണ്ടാകട്ടെ. Hope for the best. Okay. I don't hope for the best because I know I am living in the worst. Living in the best or not? Okay, sir.